ഗെറ്റുഗെദർ അറ്റ് വർക്ക്ഷോപ്പ് അബുദാബി സംസ്ഥാന KMCCയുടെ ഈ സംഗമത്തിന് ഒഫീഷ്യലി തുടക്കം കുറിക്കുകയാണ്. ആദ്യാവസാനം ഇതുപോലെയുള്ള സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലത്തോളം ഒരേ എനർജിയോടുകൂടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് അതേ എനർജിയോടുകൂടി നിങ്ങൾ നയിക്കാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അബുദാബിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു KMCC സംഘടന ഇവിടെ രൂപപ്പെടുകയാണ്. ആ സംഘടനയുടെ ശക്തിയോടൊപ്പം നിന്നുകൊണ്ട്, അബുദാബിയുടെ പൊതുജനത്തോടൊപ്പം നിന്നുകൊണ്ട്, സമൂഹത്തിന് ഉപകാരപ്രദമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണത്തോടുകൂടി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. പ്രസിഡിയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന KMCC അമരക്കാരൻ പ്രിയപ്പെട്ട ശുക്രലി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഓരോരുത്തരെയും എങ്ങനെയായിരിക്കണം വരും കാലങ്ങളിലേക്ക് KMCCയെ നയിക്കേണ്ടത് എന്ന് തീർത്തും പറഞ്ഞു വെക്കാനുള്ള ഒരു സംഘടനാ സെഷൻ അബുദാബിയിലെ മുഴുവൻ കീഴ്ഘടകങ്ങൾക്കും നൽകപ്പെടേണ്ടിയിരിക്കുന്ന ഒരു മാർഗരേഖ ഇന്ന് ഈ സംഗമത്തിൽ പുറത്തിറക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗ് ആവുന്നു, KMCC ആവുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആവുവോളം മറുപടി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വാനോളം വളർന്ന പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. അതിനെ KMCC എന്ന് വിശേഷിക്കുമ്പോൾ പ്രവാസ ലോകത്ത് ഇന്ത്യയിലെ തന്നെ മറ്റേത് രാഷ്ട്രീയ സംഘടനയെക്കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവാസി സംഘടന അത് KMCC തന്നെയാണ് എന്ന് വളരെ ചാരിതാർത്ഥത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ട്. ഈ അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ സ്മരണിക 1000 പേജുള്ള ആ സ്മരണിക നോക്കുമ്പോൾ കരളരിയിക്കുന്ന, കണ്ണു നിറയിക്കുന്ന ഒരുപാട് വരികളും ഒരുപാട് അനുഭവങ്ങളും നിറച്ചു വെച്ച ഒരു സംഭവമാണ്. ആദ്യം തന്നെ പുസ്തകമെടുത്ത് നോക്കുമ്പോൾ പുറംചട്ടയിൽ കാണുന്നത് തന്നെയാണ് അബുദാബി KMCCയുടെ ഏറ്റവും വലിയ അഭിമാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സംസ്ഥാന KMCCയുടെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആത്മവിശ്വാസമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കാണുക. തടസ്സങ്ങളുണ്ടെങ്കിൽ തട്ടി നീക്കാൻ ഒരു മടിയുമില്ലാതെ ഉള്ള പെരുമാറ്റമാണ് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരിക. എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ ചെറിയ തടസ്സം പോലും ഹിമാലയമായി തോന്നുമെന്നുള്ളതാണ് കാര്യം. ഒരുപക്ഷെ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ നടത്തുന്നതിനേക്കാൾ മനോഹരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ച അങ്ങനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, മറ്റ് ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. ചടയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വന്നപ്പോൾ നീലാംബർ അമരക്കാരാജിയോട് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കുന്ന സ്വീകരണമാകരുത് ചടേന് കൊടുക്കും. ചടേന് നിങ്ങൾ ആനപ്പുറത്തിരുത്തണം, ആനപ്പുറത്തിരുത്തിയിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. ചടയൻ്റെ മുഖം കണ്ടാൽ മറക്കുട പിടിച്ചു നിന്നവർ ഏത് ദൂരെ നിന്ന് നോക്കിയാലും ചടയൻ്റെ മുഖം ഇനി കാണട്ടെ എന്ന് പറഞ്ഞ മഹാനായ ബാപ്പയ്ക്ക് തങ്ങൾ ദളിത് രാഷ്ട്രീയത്തെ, ദളിത് സമൂഹത്തെ
എങ്ങനെ നമ്മോട് കോർത്തിണക്കാൻ കഴിയും എന്ന് ഇന്ത്യക്ക് കാണിച്ചു തന്ന നേതാക്കന്മാരുടെ ഒരാളാണ്.